കൊച്ചിയിൽ വീണ്ടും വൻ സൈബർ തട്ടിപ്പ്. മട്ടാഞ്ചേരിയിൽ വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ വീട്ടമ്മയിൽ നിന്ന് 2,88,00,000 രൂപ തട്ടിയെടുത്തു. ജെറ്റ് എയർവേസ് കുംഭകോണത്തിലെ 2 കോടി രൂപ വീട്ടമ്മയുടെ അക്കൗണ്ടിലെത്തിയെന്നും 25 ലക്ഷം കമ്മീഷനായി ലഭിച്ചത് കള്ളപ്പണമാണെന്നും പറഞ്ഞായിരുന്നു ഭീഷണി. പണം കൈമാറിയപ്പോൾ കേസിൽ നിന്ന് ഒഴിവാക്കിയെന്ന സന്ദേശവുമെത്തി. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഹാജരായി പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയപ്പോഴാണ് തട്ടിപ്പ് വ്യക്തമായത്. ഡാനി പോൾ നൽകും വിവരങ്ങൾ. മട്ടാഞ്ചേരിയിലെ ഒരു വീട്ടമ്മയാണ് ഇക്കുറി വെർച്വൽ അറസ്റ്റിന് ഇരയാകുകയും അവരിൽ നിന്ന് 2,88,00,000 രൂപ നഷ്ടപ്പെടുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസം ഇവർക്ക് ടെലിഫോൺ വരികയും അതോടൊപ്പം തന്നെ ഇതിൽ നേരത്തെ പല രീതിയിലും ഉണ്ടായിരുന്ന വെർച്വൽ രീതിയിലുള്ള വിചാരണ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു. ഇവരോട് പറഞ്ഞത് മുംബൈയിൽ രജിസ്റ്റർ ചെയ്ത തിലക് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഇവർ പ്രതിയാണ്. ഇതിൽ ജെറ്റ് എയർവേസുമായി ബന്ധപ്പെട്ട കുംഭകോണത്തിൽ ഇവർക്ക് 2 കോടിയിലധികം രൂപ ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും ഇതിൽ 25 ലക്ഷം രൂപ കള്ളപ്പണമാണെന്നുമാണ് പറഞ്ഞിരുന്നത്. ഇതിൽ നിന്ന് നഷ്ടപരിഹാരമായി ഇവരിൽ നിന്ന് തുക ഈടാക്കുകയാണ്. ഇവർ ആവശ്യപ്പെട്ട തുക ഇവരുടെ ആപ്പ് വഴി അവർക്ക് അയക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇവർ ഈ രീതിയിൽ തന്നെ ഇവർക്ക് പണം കൈമാറി. അതിനുശേഷം ഇതിൻ്റെ ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും. അതിനുവേണ്ടി ഏറ്റവും അടുത്തുള്ള നിങ്ങളുടെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവിടെ ചെന്ന് ഈ വിവരങ്ങൾ പറയുമ്പോൾ ഇതിൽ നിങ്ങൾ ഒഴിവാക്കി തന്നിട്ടുള്ള വിടുതൽ തന്നിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് അവർ വിശ്വസിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു. പക്ഷേ അപ്പോൾ അവിടെയുള്ളവർക്ക് ഇതിനെക്കുറിച്ച് മനസ്സിലായില്ല. വീണ്ടും വരാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ഇന്ന് ഹാജരായാണ് ഇവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ എത്തിയപ്പോൾ പ്രാഥമികമായി അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടു എന്ന് മനസ്സിലായി. പോലീസുകാർ കാര്യങ്ങൾ പരിശോധിച്ച ശേഷം അവരോട് പറഞ്ഞു, നിങ്ങളിതിന് തട്ടിപ്പിനിരയായിരിക്കുകയാണെന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. എങ്കിലും ഇന്ന് അത് ഒന്നുകൂടി അവരോട് സ്റ്റേഷനിലേക്ക് വരാനും ഇതിൽ പരാതി നടപടികളുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകാനും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എത്തിച്ചേരുകയും ചെയ്തത്. ഇന്നിവരിപ്പോൾ രേഖാമൂലം പരാതിപ്പെട്ടിരിക്കുന്നു. ഇതിൽ ആരാണ് എന്താണ് ചെയ്തതെന്നത് സംബന്ധിച്ചെല്ലാം തന്നെ പോലീസ് സൈബർ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ രീതിയിലുള്ള ഒരു തട്ടിപ്പിനെല്ലാം തന്നെ ഇരയാകുന്നത്. വീണ്ടും ഇത്തരം തട്ടിപ്പുകാർ തലപൊക്കുന്നത്. കഴിഞ്ഞയിടെ ഉണ്ടായിരുന്ന സൈബർ തട്ടിപ്പ് കേസുകൾ പല അറസ്റ്റുകളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ ചില രീതിയിലുള്ള ബോധവൽക്കരണ നടപടികളും കാര്യങ്ങളും ഉണ്ടായി. ഇതിനൊരു കുറവ് വന്നെങ്കിലും വീണ്ടും ആ രീതിയിലുള്ള തട്ടിപ്പിലേക്ക് ചെല്ലുകയാണ്. അതേസമയം ഇത്രയും മാത്രം പണം എങ്ങനെ കൈമാറി, എന്തായിരുന്നു അതിൻ്റെ ഉറവിടം എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും മട്ടാഞ്ചേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ മട്ടാഞ്ചേരി സ്വദേശികളാണ്. അവർ കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ അവർ പങ്കുവയ്ക്കാനും ആഗ്രഹിക്കുന്നില്ല എന്നാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തത്. ഡാനി